പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഏത് വർഷമാണ് പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത്? പള്ളിവാസൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 1940-ലാണ്. പള്ളിവാസൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 1940-ലാണ്. ഏത് പുഴയിലാണ്? മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി ആവിഷ്കരിച്ചത്. അതായത് പള്ളിവാസൽ പദ്ധതി ഏത് പുഴയിലാണ്? മുതിരപ്പുഴ. മുതിരപ്പുഴ എന്ന് പറഞ്ഞാൽ പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങിയത്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ നേതൃത്വത്തിലാണ് പള്ളിവാസൽ പദ്ധതി ആരംഭിക്കുന്നത്. അപ്പം ഇത് കമ്മീഷൻ ചെയ്തത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തത് പള്ളിവാസൽ പദ്ധതി തുടങ്ങിയ തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അല്ലെങ്കിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യറായിരുന്നു. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. ചെങ്കുളം ഏത് പുഴയിലാണ്? മുതിരപ്പുഴയിൽ തന്നെയാണ് ചെങ്കുളം സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസലിൽ നിന്നും വരുന്ന ജലം ഉപയോഗിച്ചാണ് പള്ളിവാസലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ജലം ഉപയോഗിച്ചാണ് ചെങ്കുളം പദ്ധതിയും പ്രവർത്തിക്കുന്നത്. ഏത് വർഷമാണ് ഇത് ആരംഭിച്ചത്? 1954. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളം. ഏതാണ്? ചെങ്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ശബരിഗിരിയാണ്. ഏതാണ്? ശബരിഗിരി. അപ്പോൾ ചെങ്കുളം, മുതിരപ്പുഴ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. തുടങ്ങിയ വർഷം 1954. മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി. മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോടാണ് ആരംഭിച്ചത്. വർഷം 1972. പള്ളിവാസൽ 1940. ചെങ്കുളം 1954. മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. ഏത് വർഷമാണ് അത് ആരംഭിച്ചത്? 1972. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഏതാണ്? മണിയാർ. മണിയാർ കമ്മീഷൻ ചെയ്തത് 1994. 1994. പമ്പയിലാണ്. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. പമ്പയിൽ, പത്തനംതിട്ട. ഏത് പോഷക നദിയിലാണ്? പമ്പയുടെ പോഷക നദിയായ കക്കട്ടയാർ. പമ്പയുടെ പോഷക നദിയായ കക്കട്ടയാറിലാണ് മണിയാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 ജലവൈദ്യുത പദ്ധതികളും 4 ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പം ഏതൊക്കെയാണ്? ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം, മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. അപ്പം ഇത്